ശ്രീ കെ എം ഷാജഹാൻ, ഈ പാർട്ടി ജില്ലാ സെക്രട്ടറി ഇപ്പോൾ വി കെ സജീവൻ പറഞ്ഞതുപോലെ പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞത് PSC കോഴ വാങ്ങിയെന്ന പരാതി കിട്ടിയിട്ടില്ല, പരാതി ഉണ്ടെങ്കിൽ എഴുതി നൽകൂ എന്ന് മാധ്യമപ്രവർത്തകരോട് പറയുകയാണ്. അങ്ങനെ കേട്ടുകേൾവി പോലുമില്ലാത്ത കാര്യങ്ങൾ ആവർത്തിക്കുകയായിരുന്നു പി മോഹനൻ ചെയ്തത്. ഇനി വെള്ളക്കടലാസിൽ പരാതി നൽകിയാലും അന്വേഷിക്കാമെന്നായിരുന്നു MV ഗോവിന്ദൻ്റെ ആദ്യ പ്രതികരണം. അതേസമയം പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യുന്നു. എന്തിന്? ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കോഴിക്കോട് CPM-ൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ സ്വഭാവത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റമാണ്. ഇപ്പോൾ കോഴിക്കോടത്തെ പാർട്ടിയെക്കുറിച്ചിട്ട് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് 1930കളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെല്ല് രൂപീകരിക്കപ്പെടുന്ന സ്ഥലം അടങ്ങിയത് കോഴിക്കോട് ജില്ലയിലെ ചെറുവണ്ണൂരിലാണ്. ചെറുവണ്ണൂർ ആ കോഴിക്കോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെല്ല് രൂപീകരിക്കുന്ന ആ സെല്ലിൽ 4 പേരാണെന്നുണ്ടായിരുന്നത്. ഒന്ന് EMS, ഒന്ന് P കൃഷ്ണപിള്ള, ഒന്ന് K ദാമോദരൻ, ഒന്ന് NC ശേഖർ, അങ്ങനെ 4 പേര്. അതിനുശേഷം കോഴിക്കോട് ജില്ലയിലെ കല്ലായിയിലാണ് CPM-ൻ്റെ കമ്മ്യൂൺ എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടാകുന്നത്. അതായത് CPM-ൻ്റെ അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം സംസ്ഥാനത്തൊട്ടാകെ വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാം കുടുംബങ്ങളോട് കൂടി ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സംവിധാനം, അതിനാണ് കമ്മ്യൂൺ എന്ന് പറയുന്നത്. P കൃഷ്ണപിള്ള അടക്കമുള്ളവരുടെ കുടുംബങ്ങൾ ഒരുമിച്ച് ജീവിച്ച സ്ഥലം കോഴിക്കോട് കല്ലായിയിലായിരുന്നു. അതിനുശേഷം നമ്മളിങ്ങോട്ട് വന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ, മലപ്പുറവും കോഴിക്കോടും കൂടെ ചേർന്ന ജില്ലയായിരുന്ന സമയത്ത് അന്നത്തെ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറിയായി നയനാർ അന്ന് അവിടെ ഇരുന്നിട്ടുണ്ട്. അതിനുശേഷം കേളുവേട്ടൻ എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സമുന്നതനായിട്ടുള്ളൊരു നേതാവ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കണാരൻ എന്ന് പറഞ്ഞിട്ടുള്ള നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി, CPM-ൻ്റെ ജില്ലാ സെക്രട്ടറിയായി അവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപിടി ഈ ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കന്മാർ, അതായത് M ദാസനെ പോലുള്ളവർ, അല്ലെങ്കിൽ മത്തായി ചാക്കോയെ പോലുള്ളവർ, പിന്നെ ഇങ്ങോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് TP ചന്ദ്രശേഖരനെ പോലുള്ള ആളുകൾ. അപ്പോൾ അതുപോലെ വലിയ തോതിലുള്ള ഒരു പാരമ്പര്യമുള്ള ഒരു പാർട്ടി ഉത്ഭവിക്കുകയും വളർന്നു വരികയും ചെയ്ത ഒരു ജില്ലയിൽ, കോഴിക്കോട് എന്ന് പറഞ്ഞ ജില്ലയിൽ ഇന്ന് നടക്കുന്നത് എന്താ? യഥാർത്ഥത്തിൽ ഇന്ന് നടക്കുന്നത് ആ പാർട്ടിയിൽ വിഭാഗീയമായി 2 ഗ്രൂപ്പുകൾ. അതിലൊന്നിന് നേതൃത്വം നൽകുന്നത് എളമരം കരീം, മറ്റൊന്നിന് നേതൃത്വം നൽകുന്നത് മുഖ്യമന്ത്രിയുടെ മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസ്. ഈ 2 ഗ്രൂപ്പുകളാണ് അവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ കുറച്ചു കാലമായി ഉള്ളത്. ഈ 2 ഗ്രൂപ്പുകളും ചെയ്യുന്നത് എന്താ? ഈ 2 ഗ്രൂപ്പുകളുടെയും പ്രവർത്തനത്തിൽ എന്തെങ്കിലും പ്രത്യയശാസ്ത്രമോ എന്തെങ്കിലും രാഷ്ട്രീയമോ ഉണ്ടോ? ഇപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വിഭാഗീയത നമ്മൾ എടുത്തു നോക്കൂ. അതിൽ 80കളിൽ ഈ ബാലാനന്ദനും അച്യുതാനന്ദനും തമ്മിൽ വിഭാഗീയത ഉണ്ടായിരുന്നു. അതിനകത്തൊരു രാഷ്ട്രീയവും ഒരു പ്രത്യയശാസ്ത്രവും ഉണ്ടായിരുന്നു. അതിനുശേഷം 2000 മുതൽ 2013 വരെ VS അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിൽ വിഭാഗീയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൽ VS അച്യുതാനന്ദൻ്റെ ഭാഗത്ത് പ്രത്യയശാസ്ത്രവും രാഷ്ട്രീയവും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ള ഈ കരീം റിയാസ് ദ്വയം, അവരുടെ വിഭാഗീയതയുടെ അടിത്തറ എന്ന് പറയുന്നത് എന്താ? അവരുടെ വിഭാഗീയതയുടെ അടിത്തറ എന്ന് പറയുന്നത് രണ്ടും അഴിമതി. പിന്നെ മുഹമ്മദ് റിയാസിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ അവർ കുടിയ അഴിമതിക്കാർ. നിതിൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടെന്നാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള മറ്റാളുകൾ, അവർക്കെല്ലാം വലിയ തോതിൽ സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുന്ന നിലയിൽ അവരുടെ കച്ചവട സ്ഥാപനങ്ങൾ, അതിന് സർക്കാരിൽ നിന്നുള്ള പരസ്യം, ഇതുപോലുള്ള കാര്യങ്ങൾ. എളമരം കരീമിനെ സഹായിക്കുന്ന ഇതുപോലുള്ള നിക്ഷിപ്ത താല്പര്യക്കാർ, 2 പേരെയും ഒരുപോലെ സഹായിക്കുന്ന റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ, അതായത് അമർ എന്ന് പറയുന്ന ഒരാൾ, സുലൈമാൻ എന്ന് പറയുന്ന ഒരാൾ, റജികുമാർ എന്ന് പറയുന്ന ഒരാൾ. അപ്പം ഈ 2 വിഭാഗീയതയുടെ 2 അറ്റത്ത് നിൽക്കുന്നവരെയും സഹായിക്കുന്ന സ്ഥാപിത താല്പര്യക്കാർ, നിക്ഷിപ്ത താല്പര്യക്കാർ. നമ്മളിപ്പോൾ പ്രമോദ് കോട്ടൂളിലേക്ക് വരുന്നു. ഇന്നിപ്പം CPM പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. എങ്ങനെയാണ് ഇത് ഉയർന്നു വന്നത്? ഇത് ഉയർന്നു വന്നത് ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു ഹോമിയോ ഡോക്ടർ അയാളുടെ ഭാര്യയ്ക്ക് വേണ്ടി 60 ലക്ഷം കൊടുക്കാമെന്നും പറഞ്ഞു 22 ലക്ഷം കൊടുത്തു. അത് പ്രമോദ് കോട്ടൂളി വഴിയാണ് എന്നാണല്ലോ ആരോപണം ഉയർന്നു വന്നത്. ഇപ്പം കൃത്യമായി നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം എന്താ?
പ്രമോദ് കോട്ടുള്ളി 10 പൈസ അതിനകത്ത് മേടിച്ചിട്ടില്ല, അയാൾ ശ്രീ കണ്ടിട്ടില്ല. കെ എം ഷാജഹാൻ, ഈ ഒരു ഏരിയ കമ്മിറ്റി അംഗം 60 ലക്ഷം കരാറുണ്ടാക്കുക, അതിൽ 22 ലക്ഷം വാങ്ങുക, അതൊക്കെ പെട്ടെന്ന് സാധിക്കുന്നതാണോ? അതൊക്കെ മേലെയുള്ളവർ അറിയാതെ എങ്ങനെയാണ് ഇതൊക്കെ നടക്കുക? അല്ല, അത് സ്വാഭാവികമാണ് കൃഷ്ണരാജ്. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് പ്രമോദ് കോട്ടുള്ളി ചോദിക്കുന്ന ചോദ്യം എന്താ? കോഴ ആര് വാങ്ങി, എവിടെ വെച്ച് വാങ്ങി, എത്ര വാങ്ങി, എങ്ങനെ വാങ്ങി എന്നുള്ള ചോദ്യമാണ് അയാൾ ചോദിക്കുന്നത്. എന്ന് മാത്രമല്ല, PSC പോലൊരു ഭരണഘടനാ സ്ഥാപനത്തിൽ ഒരു അംഗത്വത്തിന് വേണ്ടിയുള്ള നീക്കം നടക്കണമെന്നുണ്ടെങ്കിൽ അത് സംസ്ഥാന നേതൃത്വം അറിയാതെ, സംസ്ഥാന നേതൃത്വത്തിലെ ഉന്നതന്മാരറിയാതെ, കോഴിക്കോട് ജില്ലയിലെ CPMലെ ഉന്നത നേതാക്കന്മാരിടപെടാതെ, ഒന്നുകിൽ ഇളമരം കരീമോ അല്ലെങ്കിൽ P മോഹനനോ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസോ ഇടപെടാതെ PSC മെമ്പർഷിപ്പിന് വേണ്ടി പണം മേടിക്കൽ ഒരു കാരണവശാലും നടക്കില്ല എന്നുള്ളത് നേഴ്സറി പിള്ളേർക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. പ്രമോദ് കോട്ടുള്ളി എന്ന് പറയുന്ന ആൾ PSC മെമ്പർഷിപ്പിന് വേണ്ടി 22 ലക്ഷം രൂപ വാങ്ങിച്ചു എന്നുള്ളത് അസംബന്ധമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ വാർത്ത എവിടെ നിന്നാണ് പുറത്തു വന്നത്? ഈ വാർത്ത CPMനകത്തു നിന്ന് തന്നെയാണ് പുറത്തു വന്നത്. CPMനകത്തുള്ള നിക്ഷിപ്ത താല്പര്യക്കാർ മറ്റ് നിക്ഷിപ്ത താല്പര്യക്കാർക്കെതിരായിട്ടുള്ള കണക്ക് തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പുറത്തു കൊണ്ടുവന്നാണെന്നുള്ള ഉറപ്പാണ്. ഇപ്പോൾ പ്രമോദ് കോട്ടുള്ളി പറയുന്നത് എന്താ? ഈ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെ ഞാൻ പുറത്തു കൊണ്ടുവരും, ഈ തിരക്കഥ എഴുതിയവരെ ഞാൻ പുറത്തു കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അതൊരു തിരക്കഥയാണെന്നുള്ളത് വ്യക്തമായി.